ഹലോ, ഇറ്റ്സ് മീ ജസീർ. അപ്പോൾ നനച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കയറി പോകാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ പാലക്കാട്ടുകാരൻ ഉണ്ണിക്കണ്ണൻ, വളരെ വലിയൊരു വിജയ് ഫാനായ ഉണ്ണിക്കണ്ണൻ പാലക്കാട് നിന്നുകൊണ്ട് കാൽനടയായിട്ട് വിജയിനെ കാണാൻ വേണ്ടി പോയ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഉണ്ണിക്കണ്ണനെ കളിയാക്കിയിരുന്നു. ഇവനെന്താണ് പരാന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കളിയാക്കിയിരുന്നു. അങ്ങനെ കാൽനടയായി നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിജയിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. അവസാനം നനച്ച വണ്ടി കിട്ടാതെ കിട്ടുന്ന വണ്ടിയിൽ കയറിയിട്ട് ഉണ്ണിക്കണ്ണൻ വിജയിനെ കണ്ടു, സംസാരിച്ചു, കാരവാനിൽ പോയി സംസാരിച്ചു. വിജയ് ഉണ്ണിക്കണ്ണന് എന്താ പറയുക, കൈ നിറയെ സമ്മാനം കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു വീഡിയോ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തെ കളിയാക്കാൻ ഒരുപാട് പേര് മത്സരിച്ചിരുന്നു, ഒരുപാട് പേര് അദ്ദേഹത്തിനെ കളിയാക്കുന്നു. ഇവനെന്താ വേറെ പണിയൊന്നുമില്ലേ എന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നു. അപ്പം ഒരാൾ ആഗ്രഹിച്ചാൽ, ഇവിടെ പറഞ്ഞു വരുന്നത് വേറൊന്നല്ല, ഒരാൾ ആഗ്രഹിച്ചാൽ, അത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ഏതറ്റം വരെ പോവും എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കാര്യം. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വിജയിനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്ക് പൈസയല്ല വേണ്ടത്, വിജയിനെ കാണുകയാണ് വേണ്ടത്. അതിലെനിക്ക് ഒരു സീരിയസ് ആയിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ആഗ്രഹമാണ്. അദ്ദേഹത്തിന് പൈസ എന്താ പറയുക ഉണ്ടാക്കണം എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ആ വിജയിനോടുള്ള ഒരു ആരാധന മൂത്തിട്ട് വിജയിനെ കാണണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അപ്പോൾ എന്തായി, അദ്ദേഹത്തിന് വിജയിനെ കാണാൻ പറ്റി, അദ്ദേഹത്തിന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വിജയ് ആപ്പിളെല്ലാം കൊടുത്തെന്നാണ് പറയുന്നത്. കാരവാനിൽ പോയിട്ട് സംസാരിച്ചു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വൈറലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാക്കാം? ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ, അതെന്തോ ആയിക്കോട്ടെ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നനച്ചിരിക്കുന്നല്ല, അത് കിട്ടിയിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ വിജയിനെ കണ്ടു. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോന്ന്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ. എന്ത് നമ്മൾ ആഗ്രഹിച്ചാൽ ലൈഫിൽ അത് നേടിയെടുക്കണം എന്നൊരു വിശ്വാസം, ഒരു ത്വര നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാണാം.